ഇന്ന് ഞാനൊരു അടിപൊളി ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ പോലെ ഷവർമ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചിക്കൻ ഒന്നും വീട്ടിൽ ഇരിപ്പില്ലാത്ത ദിവസം സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും സാധനങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള 4 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഷവർമക്ക് ഞാൻ ഒരു മുട്ട വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോടെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കക്കിരി എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിൽ കട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മയണൈസിലൊക്കെ ഉപ്പിട്ടതുകൊണ്ട് ഇതിൽ ഒരുപാട് അങ്ങ് കൂട്ടിയിടണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ അത് ഞാൻ 2 ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. സിമ്പിൾ ആയിട്ടുള്ള ഫില്ലിങ്ങും ആണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ഫ്രൈ ചെയ്യുക, ക്ലീൻ ആക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷവർമ ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഈ കുബൂസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ മയണൈസിൻ്റെ റെസിപ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുബൂസിനകത്ത് നന്നായിട്ടൊന്ന് മയണൈസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രയും മയണൈസ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ 4 ഷവർമയാണ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ചും കൂടെ മയണൈസിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ടനെ ഞാനൊരു 4-5 പീസൊക്കെ ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് ഇതേപോലെ നീളത്തിൽ വെച്ചു. അപ്പോൾ നമുക്ക് ഓരോ തവണ കടിക്കുമ്പോഴും ആ മുട്ട കിട്ടും. നല്ല ടേസ്റ്റാണ്. നമ്മൾ മുട്ട അതുപോലെ തന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത്. എനിക്ക് വേണേൽ ഇതിൻ്റെ മേലെ ഇച്ചിരിയും കൂടി മയണൈസ് വേണേൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇത് റോൾ ചെയ്ത് എടുക്കുക, കഴിക്കുക. അത്രേ പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഞാനിതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ഷവർമയൊക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചുമ്മാ പറയില്ല, നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഇഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഷവർമ ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള ഷവർമയാണ്. അപ്പോൾ എന്നെ പോലെ ഷവർമ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.